പാലക്കാട് വടക്കഞ്ചേരിയിൽ ബസ്സുമായി കൂട്ടിയിടിച്ച CNG ഗ്യാസ് ലോറി മറിഞ്ഞു. 9 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. വടക്കഞ്ചേരി റോയൽ ജംഗ്ഷന് സമീപമാണ് അപകടം. ബസ്സിലെ ഡ്രൈവർ അഭിഷേക്, സഹായി നഞ്ചട്ടസ്വാമി, 7 ബസ് യാത്രക്കാർ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഡ്രൈവർക്കും സഹായിക്കും ശരീരത്തിൽ പൊള്ളലുമേറ്റിട്ടുണ്ട്. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നു. അരുണ്, എത്രത്തോളം അപകടകരമായിട്ടുള്ള അല്ലെങ്കിൽ ആശങ്കപ്പെടുന്ന രീതിയിലാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്? കൂടുതൽ ആളുകൾക്ക് പരിക്കേൽക്കാനുള്ള സാധ്യതകൾ വല്ലതും ഉണ്ടോ? പ്രജിത്ത്, ഇന്ന് പുലർച്ചെ 1 മണിക്കാണ് വടക്കഞ്ചേരി റോയൽ ജംഗ്ഷനിൽ ഇത്തരമൊരു അപകടം നടന്നത്. ഈ ബസ് തങ്കം ജംഗ്ഷനിൽ നിന്ന് സർവീസ് റോഡ് വഴി കടന്നു വരികയായിരുന്നു. ആ സമയത്ത് KSRTC ഡിപ്പോയുടെ ഭാഗത്തെ അടിപ്പാതയിലൂടെ സർവീസ് റോഡിലേക്ക് പ്രവേശിക്കുകയായിരുന്നു ഈ ഗ്യാസ് ലോറി. ഈ സമയത്താണ് ഈ ബസ്സും ഗ്യാസ് ലോറിയും തമ്മിൽ കൂട്ടിയിടിച്ചത്. ഗ്യാസ് ലോറിയിൽ ഏകദേശം 40ഓളം CNG സിലിണ്ടറുകൾ ഉണ്ടായിരുന്നു. നമുക്കറിയാം, ഈ CNG സിലിണ്ടറുകൾ എന്നുള്ളത് എപ്പോഴും ഉയർന്ന മർദ്ദത്തിലാണ് സൂക്ഷിക്കാറ്. അതുകൊണ്ട് തന്നെ ചെറിയ ലീക്ക് ഉണ്ടായാൽ പോലും ഈ വാതകം ഉഗ്രമായിട്ട് പുറത്തേക്ക്, ശക്തിയോടെ പുറത്തേക്ക് പ്രവഹിക്കുകയും അത് ആരുടെയെങ്കിലൊക്കെ മനുഷ്യ ശരീരത്തിലൊക്കെ തട്ടുകയാണെങ്കിൽ അത് വലിയ രീതിയിലുള്ള പൊള്ളൽ ഉണ്ടാക്കും എന്നുള്ളതാണ്. അതായത് തീ കത്തണം എന്നില്ല, തീ കത്തിയില്ലെങ്കിൽ പോലും തീ തട്ടിയ പോലുള്ള പൊള്ളൽ ഉണ്ടാക്കും എന്നുള്ളതാണ്. അത്തരത്തിലുള്ള പൊള്ളലാണ് ഈ ഡ്രൈവർക്കും അതുപോലെ തന്നെ ഡ്രൈവറുടെ സഹായിക്കും ഉണ്ടായിരിക്കുന്നത്. ഡ്രൈവറായിട്ടുള്ള അഭിഷേക്, അതുപോലെ തന്നെ സഹായി ആയിട്ടുള്ള നഞ്ചട്ടസ്വാമി എന്നിവർക്കാണ് കോൾഡ് ബേൺ എന്ന് പറയാവുന്ന തരത്തിൽ പൊള്ളൽ ഏറ്റിരിക്കുന്നത്. ഒപ്പം ഈ അപകട സമയത്ത് ബ്രേക്ക് ചെയ്യുകയും വാഹനങ്ങൾ കൂട്ടിയിടിക്കുകയും ചെയ്തതോടെ മറ്റ് ബസ്സിലെ ഒരു 7ഓളം യാത്രക്കാർക്കും പരിക്കേൽക്കുകയും ഉണ്ടായിട്ടുണ്ട്. മറ്റ് ആളുകൾക്കൊന്നും പരിക്കില്ല. ഈ 9 പേർക്കാണ് നിലവിൽ പരിക്കേറ്റിരിക്കുന്നത്. ഈ പരിക്കേറ്റ ആളുകൾ വിവിധ ആശുപത്രികളിലും മറ്റുമൊക്കെ ആയിട്ട് ചികിത്സ തേടുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും വടക്കഞ്ചേരിയിൽ നിന്നുള്ള അഗ്നിശമന സേനയും അതുപോലെ തന്നെ ഹൈവേ പോലീസും മറ്റുമൊക്കെ എത്തിയാണ് ഈ അവിടുത്തെ ഗ്യാസ് നിയന്ത്രണ വിധേയമാക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തത്. വലിയ അപകടം തന്നെയായിരുന്നു. പക്ഷേ ഈ ഗ്യാസ് ചോർച്ച വേഗം തന്നെ പരിഹരിക്കാൻ കഴിഞ്ഞത് കൂടുതൽ അപകടങ്ങൾ ഇല്ലാതെ കാര്യങ്ങൾ ശാന്തമാക്കി എന്നുള്ളതാണ്. ഏതായാലും നിലവിൽ ഈ ഗ്യാസ് ലോറിയും ബസ്സും കൂടി കൂട്ടിയിടിച്ചതിൽ നിന്ന് 7 പേർക്ക്, ബസ്സിലുള്ള 7 യാത്രക്കാർക്കും ഒപ്പം ഡ്രൈവറും സഹായിയും ഉൾപ്പെടെ 9 പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. അതിൽ 2 പേർക്ക് കോൾഡ് ബേൺ ആണ്. വലിയ രീതിയിൽ തന്നെ പൊള്ളൽ ഏറ്റിട്ടുണ്ട്. ഓക്കെ, അരുണാണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകിയത്. 9 പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് വലിയ പരിക്കുകളോ പ്രശ്നങ്ങളോ ഇല്ല എന്നുള്ളതാണ് അരുൺ റിപ്പോർട്ട് ചെയ്യുന്നതിൽ നിന്ന് മനസ്സിലാകുന്നത്.